നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട്. ആശാ വർക്കർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സഹകരിച്ചുള്ള പ്രവർത്തനം വേണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ തലത്തിൽ ആശാ വർക്കർമാരുടെയും ഉദ്യോഗസ്ഥരുമായും നടത്തിയ ചർച്ചയിലാണ് നിർദ്ദേശം. ആശാ പ്രവർത്തകരുടെ ജോലി സാഹചര്യവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്താൻ വ്യക്തമായ നയവും നടപടികളും സ്വീകരിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി കെ ബി തോമസിൻ്റെ യാത്രാബത്ത 5 ലക്ഷത്തിൽ നിന്ന് 11.31 ലക്ഷമാക്കി ഉയർത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാവപ്പെട്ട ആശാ വർക്കർമാരുടെ 7,000 രൂപയുടെ ഓണറ്റേറിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം തള്ളിക്കളഞ്ഞത് ക്രൂരമായി പോയെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച സുധാകരൻ സമരത്തിന് കോൺഗ്രസിൻ്റെ പിന്തുണയും പ്രഖ്യാപിച്ചു. സമരം ചെയ്യുന്ന ആശാ വർക്കർമാരോടുള്ള നിഷേധാത്മക സമീപനം കേരള സർക്കാർ അവസാനിപ്പിക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ V. മുരളീധരൻ പറഞ്ഞു. പാവപ്പെട്ട സ്ത്രീകൾ തെരുവിൽ സമരം ചെയ്യുമ്പോൾ PSC അംഗങ്ങൾക്കും KV തോമസിനുമെല്ലാം ലക്ഷങ്ങൾ കൂട്ടിക്കൊടുക്കുന്നതിലൂടെ ആശാ വർക്കർമാരെ അപമാനിക്കുകയാണ് LDF സർക്കാരെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോള നിക്ഷേപങ്ങളുടെ പൂർണ്ണമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുള്ള കേരളത്തിൻ്റെ ശ്രമങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കൊച്ചിയിൽ തുടങ്ങിയ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ സംഗമത്തിൽ കേരളത്തെ പ്രകീർത്തിച്ച മന്ത്രി ആകർഷകമായ നിക്ഷേപ കേന്ദ്രമെന്നാണ് കേരളത്തെ പ്രകീർത്തിച്ചത്. പിണറായി സർക്കാർ മുന്നോട്ട് വെച്ച തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ റെയിൽ പദ്ധതിയായ സിൽവർ റെയിൽ അടഞ്ഞ അധ്യായമല്ലെന്നും ഈ പദ്ധതി കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ പരിഗണനയിലാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അതേസമയം പദ്ധതിയുമായി ജനങ്ങൾ ഉയർത്തിയിരിക്കുന്ന പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാർ പരിഹരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തെ നിക്ഷേപ സൗഹൃദമാക്കാൻ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അതേ പുതിയ സംസ്കാരം CPM പ്രതിപക്ഷത്ത് വരുമ്പോഴും തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു. സുതാര്യമല്ലാത്ത സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ പ്രതിപക്ഷം ചോദ്യം ചെയ്യുമെന്നും എന്നാൽ നല്ല കാര്യങ്ങൾക്ക് പിന്തുണ നൽകുമെന്നും സതീശൻ പറഞ്ഞു. കേരളത്തിൽ അവസാനം നടന്ന ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് അന്നത്തെ പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരുന്നു. PC അംഗങ്ങളുടെ ശമ്പള വർധനയെ ന്യായീകരിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ. ഭരണഘടനാ സ്ഥാപനമായ PSCയിൽ നിയമപരമായി ശമ്പളം കൊടുക്കേണ്ടതാണ്. പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജിന് തുല്യമായ ശമ്പളമാണ് ചെയർമാന് കൊടുക്കേണ്ടതെന്നും ധനമന്ത്രി വ്യക്തമാക്കി. വിവിധ സംസ്ഥാനങ്ങളുടെ സാഹചര്യമടക്കം പരിശോധിച്ചാണ് തീരുമാനം. കുറച്ചു നാളായി ധനകാര്യ വകുപ്പിൽ ഈ ഫയലുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് നാട്ടാനകളെ കൊണ്ടുവരുന്നത് തടഞ്ഞ കേരള ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. നാട്ടാനകളെ കൊണ്ടുവരാനുള്ള അനുമതി നൽകരുതെന്ന് സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഹൈക്കോടതി നൽകിയ നിർദ്ദേശത്തിനാണ് സ്റ്റേ. കേസിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും മൃഗസ്നേഹികളുടെ സംഘടനയ്ക്കും കോടതി നോട്ടീസ് അയച്ചു. സംസ്ഥാനത്തിൻ്റെ വ്യവസായ നിക്ഷേപ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ സംഗമത്തിന് കൊച്ചിയിൽ തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിക്ഷേപ സംഗമം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, സഹമന്ത്രി ജയന്ത് ചൗധരി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികളും വ്യവസായ പ്രമുഖരുമടക്കം ചടങ്ങിനെത്തി. കേരളത്തിലെത്തുന്ന നിക്ഷേപകർക്ക് ചുവപ്പ് നാടാക്കുരുക്കിനെ പറ്റി ആശങ്കപ്പെടേണ്ടെന്നും വ്യവസായങ്ങൾക്കായി അടിസ്ഥാന സൗകര്യ വികസനത്തിന് സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ വരും വർഷങ്ങളിൽ 30,000 കോടിയുടെ നിക്ഷേപം വാഗ്ദാനം ചെയ്ത് അദാനി ഗ്രൂപ്പ്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ സംഗമത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിഴിഞ്ഞം തുറമുഖത്തോട് അനുബന്ധിച്ച് വിഴിഞ്ഞത്ത് 20,000 കോടിയുടെ അധിക നിക്ഷേപം കൂടി കരൺ അദാനിയാണ് വാഗ്ദാനം ചെയ്തത്. ഇതിനു പുറമെ കൊച്ചിയിൽ 5,000 കോടിയുടെ കൊമേഴ്സ് ഹബ്ബും സ്ഥാപിക്കും. വയനാട് പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുക്കുന്നു. ഇതിനായി എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ലയത്തിൽ നിന്ന് ഒഴിയണമെന്ന് നിർദ്ദേശം നൽകി. പുനരധിവാസം നടക്കുന്നതിനാൽ ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടാണ് തൊഴിലാളികൾക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത്. 70 കുടുംബങ്ങളിൽ 15 കുടുംബങ്ങൾക്ക് മാത്രമാണ് നോട്ടീസ് നൽകിയതെന്നാണ് മാനേജ്മെൻറ്റ് വിശദീകരണം. അനുവദിച്ച മുറികളിൽ 2 ദിവസങ്ങൾക്കുള്ളിൽ തിരികെ നൽകണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്.
വയനാട് ഉരുൾപൊട്ടൽ മേഖലയിലെ നദികളിൽ നിന്ന് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന നടപടികൾ എന്തായെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. അസസ്മെന്റ് കഴിഞ്ഞുവെന്നും നദികളിൽ നിന്ന് അവശിഷ്ടങ്ങൾ നീക്കുന്ന നടപടികൾ മാർച്ചിൽ തുടങ്ങുമെന്നും ജൂണിന് മുമ്പേ പുഴയുടെ ഒഴുക്ക് നേരെയാകുമെന്നാണ് പ്രതീക്ഷയെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മറുപടി നൽകി. ഇതോടെ എല്ലാം പേപ്പറിൽ നടക്കുന്നുണ്ടെന്ന യഥാർത്ഥ വർക്ക് നടത്താനാണ് കഴിയാത്തതെന്നും കോടതി പരിഹസിച്ചു. ആശാ വർക്കർമാരുടെ സമരത്തെ പിന്തുണച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സമരക്കാരുടെ ആവശ്യം ന്യായമാണെന്നും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. PSCയിൽ ശമ്പളം കൂട്ടലിനെയും അദ്ദേഹം വിമർശിച്ചു. മെച്ചപ്പെട്ട സാഹചര്യമുള്ളവർക്ക് സഹായഹസ്തം നീട്ടുമ്പോൾ ആശാ വർക്കർമാരെ അവഗണിക്കരുതെന്നും സമൂഹ മാധ്യമങ്ങളുടെ ചർച്ച എല്ലാവരും കാണുന്നുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഒല്ലൂർ ജംഗ്ഷൻ വികസനത്തിന്റെ ഭാഗമായി സ്ഥലമേറ്റെടുക്കൽ നടപടികൾ 6 മാസത്തിനകം പൂർത്തീകരിക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾ, റവന്യൂ, KRFB ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വ്യാപാരി പ്രതിനിധികൾ എന്നിവരുമായി തൃശൂർ രാമനിലയത്തിൽ നടന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ ജാമ്യം തേടി ചെന്താമര കോടതിയെ സമീപിച്ചു. ദൃക്സാക്ഷികളില്ലാത്ത കേസാണിതെന്നും കേട്ടുകേൾവിയില്ലാത്ത അടിസ്ഥാനത്തിലാണ് അറസ്റ്റെന്നുമാണ് വാദം. പ്രതിയായ തനിക്ക് നിരപരാധിത്വം തെളിയിക്കാൻ അവസരം വേണമെന്നും ജാമ്യവ്യവസ്ഥകൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ആലത്തൂർ കോടതിയിൽ അഡ്വക്കേറ്റ് ജേക്കബ് മാത്യു മുഖാന്തരം സമർപ്പിച്ച ജാമ്യ അപേക്ഷയിൽ പറയുന്നു. കണ്ണൂർ അഴീക്കോട്ട് വെടിക്കെട്ടിനിടെയുണ്ടായ അപകടത്തിൽ 5 പേർക്ക് പരിക്ക്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. നാടൻ അമിട്ട് ആൾക്കൂട്ടത്തിനിടയിൽ വീണ് പൊട്ടുകയായിരുന്നു. നീർക്കടവ് മുച്ചിരിയൻ ക്ഷേത്രത്തിലാണ് അപകടമുണ്ടായത്. കഴിഞ്ഞ ദിവസം 4 മണിയോടെയാണ് അപകടമുണ്ടായത്. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മണോളിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് പോലീസുകാരെ CPM പ്രവർത്തകർ പൂട്ടിയിട്ടു. സംഭവത്തിൽ 55 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മണോളിക്കാവിൽ കഴിഞ്ഞ ദിവസം രാത്രി CPM BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ക്ഷേത്ര ഉത്സവത്തിനിടെ എഴുന്നള്ളിപ്പ് നടന്നപ്പോൾ CPM പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചത് BJP പ്രവർത്തകർ തടഞ്ഞതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഇത് തടയാൻ ശ്രമിച്ച പോലീസുകാർക്കെതിരെയും ആക്രമണം ഉണ്ടായി. ആതിരപ്പള്ളിയിൽ മസ്തിഷ്കത്തിന് പരിക്കേറ്റ് അവശനിലയിലായ കൊമ്പൻ ചെരിഞ്ഞു. മയക്കുവെടി വെച്ച് കൊടനാട് എത്തിച്ച കൊമ്പൻ്റെ മസ്തിഷ്കത്തിലെ ആഴത്തുള്ള മുറിവിൻ്റെ അണുബാധ തുമ്പിക്കൈയിലേക്ക് ബാധിച്ചിരുന്നു. പരിശോധനയിലും മുറിവിനുള്ളിൽ നിന്ന് പുഴുക്കളെ കണ്ടെത്തിയിരുന്നു. മുറിവിലെ അണുബാധ തുമ്പിക്കൈയിലേക്ക് കൂടി പടർന്നതോടെ ശ്വാസം എടുക്കാനും ബുദ്ധിമുട്ടിയിരുന്നു. ഇതാണ് മരണകാരണമായത്. കിഫ്ബി റോഡുകളിൽ ടോൾ ഉറപ്പായി. കിഫ്ബിയുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് സർക്കാരിനോട് LDF ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം MN സ്മാരകത്തിൽ ചേർന്ന ഇടതുമുന്നണി യോഗത്തിലടക്കം CPI ഇക്കാര്യത്തിൽ ആശങ്ക അറിയിച്ചെങ്കിലും അത് CPM അവഗണിക്കുന്നുവെന്നാണ് ഇടതുമുന്നണി സർക്കുലർ നൽകുന്ന സൂചന. ശശി തരൂരുമായി തുടർ ചർച്ചകളില്ലെന്ന സൂചന നൽകി കോൺഗ്രസ് നേതൃത്വം. LDF സർക്കാരിൻ്റെ വികസന നയത്തെ പുകഴ്ത്തിയതും മോദി പ്രശംസയും കോൺഗ്രസിലുണ്ടാക്കിയ പൊട്ടിത്തെറിയുടെ സാഹചര്യത്തിൽ ദില്ലിയിൽ കഴിഞ്ഞ ദിവസം ശശി തരൂരും രാഹുൽ ഗാന്ധിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ ചർച്ചയിൽ തരൂർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊന്നും ഹൈക്കമാൻഡ് അംഗീകരിച്ചില്ലെന്നാണ് സൂചന. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.